പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പാഠങ്ങൾ പഠിച്ചിട്ട് കുറച്ച് ദിവസമായി. നിങ്ങളുടെ ഓണപ്പരീക്ഷയും തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ പുതിയ പാഠം നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തുടങ്ങിക്കാണും. നമുക്ക് 5ാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ധീരോ ദൂതഃ എന്നുള്ളതാണ് പാഠത്തിൻ്റെ പേര്. ധീരനായ ദൂതൻ. ദൂതഃ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെസ്സേജ് കൊണ്ടുവരുന്ന ആൾ. രാജകൊട്ടാരത്തിലേക്കൊക്കെ മെസ്സേജ് കൊണ്ടുവരുന്ന ആളുകൾ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ദൂതും കൊണ്ട് വന്ന ഒരാളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ധീരോ ദൂതഃ, ധീരനായ ദൂതൻ. ആരായിരിക്കും ആ ധീരനായ ദൂതൻ? നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും ഇതുവരെയുള്ള പാഠങ്ങളൊക്കെ പഠിച്ച് നല്ല മാർക്ക് കിട്ടി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഈ പാഠം നമുക്കൊന്ന് നോക്കണം. എന്തായാലും കുറച്ചൊരു പരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പാഠത്തിൻ്റെ പ്രവേശകം നോക്കാം. സംസ്കൃതോത്സവേഷു ബഹ്വ്യഃ പ്രതിയോഗിതാഃ സന്തി. സംസ്കൃതോത്സവങ്ങളിൽ അനേകം മത്സരങ്ങൾ, പ്രതിയോഗിതാഃ കോമ്പറ്റീഷൻസ്, മത്സരങ്ങൾ ഉണ്ട്. ഈ ബഹ്വ്യഃ എന്നൊരു പദമുണ്ട് അവിടെ. അത് ബഹ്വീ, ബഹ്വ്യൗ, ബഹ്വ്യഃ. ബഹവഹ എന്നുള്ളതിന് പകരം സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് ബഹ്വ്യഃ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിയോഗിത എന്നുള്ള ശബ്ദം സ്ത്രീലിംഗമായതുകൊണ്ട് അതിൻ്റെ വിശേഷണവും സ്ത്രീലിംഗമായിരിക്കണം. പുല്ലിംഗത്തിലാണെങ്കിൽ നമ്മൾ ബഹവഹ എന്ന് ഉപയോഗിക്കും, നപുംസലിംഗത്തിലാണെങ്കിൽ ബഹൂനി എന്ന് ഉപയോഗിക്കും, അനേകം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ സംസ്കൃതോത്സവേഷു ബഹ്വ്യഃ പ്രതിയോഗിതാഃ സന്തി. സംസ്കൃതോത്സവങ്ങളിൽ അനേകം മത്സരങ്ങളുണ്ട്. തത്ര നാടകസ്യ പ്രമുഖം സ്ഥാനമത്രേ അസ്തി. അവിടെ നാടകങ്ങൾക്ക് പ്രമുഖം സ്ഥാനമസ്തി, പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. ആ മത്സരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് നാടക മത്സരം. ഭവദ്ഭിഹി, ഭവാന്മാരാൽ, നിങ്ങളാൽ. ഭവാൻ എന്ന ശബ്ദത്തിൻ്റെ തൃതീയ ബഹുവചനമാണ് ഭവദ്ഭിഹി. കാനി നാടകാനി ദൃഷ്ടാനി സന്തി. ഏതൊക്കെ നാടകങ്ങളാണ് കാണപ്പെട്ടിട്ടുള്ളത്? അതായത് നിങ്ങൾ ഏതൊക്കെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്? ഭാസസ്യ നാടകാനി പരിചിതാനി വാ. ഭാസന്റെ നാടകങ്ങൾ പരിചയമുണ്ടോ? ഭാസന്റെ നാടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാസഃ, കാളിദാസഃ, ഭവഭൂതിഃ ഇത്യാദയഃ. ഭാസൻ, കാളിദാസൻ, ഭവഭൂതി ഇത്യാദയഃ എന്നിങ്ങനെയുള്ളവർ, എന്നു തുടങ്ങിയവർ പ്രസിദ്ധാഃ നാടകകാരാഃ ഭവന്തി. പ്രശസ്തരായ നാടകകർത്താക്കളാണ്. സംസ്കൃതത്തിലെ നാടകകർത്താക്കളിൽ പ്രശസ്തരായവരാണ് ഭാസൻ, കാളിദാസൻ, ഭവഭൂതി തുടങ്ങിയവർ. ഇനി ആമുഖത്തിലേക്ക് കിടക്കാം. സംസ്കൃത നാടകകാരേഷു പ്രമുഖഃ ഭവതി മഹാകവിഃ ഭാസഃ. സംസ്കൃത നാടകകർത്താക്കളിൽ പ്രമുഖനാണ് മഹാകവിഃ ഭാസഃ, മഹാകവിയായ ഭാസൻ. തേന, അദ്ദേഹത്താൽ 13 നാടകാനി വിരചിതാനി സന്തി. 13 നാടകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. വിരചിതാനി, എഴുതപ്പെട്ടവ. തേഷു, അവയിൽ എന്ന് പറഞ്ഞാൽ ആ നാടകങ്ങളിൽ, അന്യതമം ഭവതി ദൂതഘടോൽക്കജം. തേഷു അന്യതമം ഭവതി, അതിലൊന്നാണ്, ആ നാടകങ്ങളിലൊന്നാണ് ദൂതഘടോൽക്കജം. ഒന്നെന്ന് പറയുമ്പോൾ എന്താ ഏകം എന്ന് പറയാത്തെന്ന് വിചാരിക്കും. അനേകം എണ്ണത്തിൽ ഒരെണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏകം എന്നല്ല, അന്യതമം. ആ നാടകങ്ങളിലൊന്നാണ് അന്യതമം എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്. അപ്പോൾ ഭാസ നാടകങ്ങളിൽ ഒന്നാണ് ദൂതഘടോൽക്കജം. കൗരവഭവനെ, കൗരവഭവനത്തിൽ, കൗരവ രാജസദസ്സിൽ, ഘടോൽക്കജസ്യ ദൂതപ്രസ്തുതിരേവ. ഘടോൽക്കജന്റെ ദൂതപ്രസ്തുതി, ഘടോൽക്കജൻ വന്ന് ദൂത് പറയുന്നതാണ്. ദൂതപ്രസ്തുതി എന്ന് പറഞ്ഞാൽ അതാണ്, ദൂതന്റെ സംഭാഷണമാണ്. നാടകസ്യ അസ്യ പ്രതിപാദ്യ വിഷയ. ഈ നാടകത്തിലെ പ്രതിപാദ്യ വിഷയം, ഈ നാടകത്തിലെ കഥാവസ്തു അതാണെന്ന് അർത്ഥം. അസ്മിൻ നാടകേ ഏക ഏവ അംഗഃ വിദ്യതേ. ഇതൊരു 1 act പ്ലേ ആണ്. അതായത് ഒരേ ഒരു അംഗം മാത്രമേ ഈ നാടകത്തിലുള്ളൂ. ഒരു രംഗം കൊണ്ട് അവസാനിക്കുകയാണ് ഈ നാടകം എന്നർത്ഥം. ഈ നാടകത്തിൻ്റെ കഥയിലേക്ക് കിടക്കാം. മഹാഭാരത യുദ്ധേ അർജുനസ്യ പുത്രഃ അഭിമന്യുഃ കൗരവൈഃ നിർമ്മിതേ പത്മവ്യൂഹേ മാരിതഃ അഭവത്.
മഹാഭാരത യുദ്ധത്തിൽ, നിങ്ങൾ മഹാഭാരത യുദ്ധത്തെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ടാവും. മഹാഭാരതം കുട്ടികൾക്ക് പഠിക്കത്തക്ക രീതിയിൽ എളുപ്പമായിട്ട് പലരും മലയാളത്തിലേക്കൊക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ഭാരതം എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ പലരുടെയും വീടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വായിച്ചിട്ടും ഉണ്ടാകാം. മഹാഭാരത യുദ്ധത്തിൽ അർജുനസ്യ പുത്രഃ അഭിമന്യു, അർജുനൻ്റെ മകനായ അഭിമന്യു, കൗരവൈഹി നിർമ്മിതേ പത്മവ്യൂഹേ, കൗരവരാൽ നിർമ്മിതമായ പത്മവ്യൂഹത്തിൽ, കൗരവര് അഭിമന്യു അവർക്കൊരു ഭീഷണിയായതുകൊണ്ട് അവനെ വളഞ്ഞു. അങ്ങനെ ആ പത്മവ്യൂഹത്തിൽ, പത്മവ്യൂഹം എന്ന് പറഞ്ഞ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. അതിൽ മാരിദഹാഭോത്, കൊല്ലപ്പെട്ടു. മാരിദഹ, ഹതഹ എന്നർത്ഥം, കൊല്ലപ്പെട്ടവനാണ്, കൊല്ലപ്പെട്ടു. അപ്പോൾ അഭിമന്യു മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അഭിമന്യു ആരാണ്? അർജുനൻ്റെ മകനാണ്. പുത്രവിനാശാത് പാർത്ഥഃ ഇതരേ പാണ്ഡവാശ്ച, പുത്രവിനാശം കൊണ്ട്, പുത്രൻ മരിച്ചതുകൊണ്ട്, പാർത്ഥഃ മീൻസ് അർജുനൻ, ഇതരേ പാണ്ഡവാശ്ച മറ്റു പാണ്ഡവർ, അർജുനനും സഹോദരങ്ങളും, ദുഃഖിതരായി. തദ് അധികം ദൃഷ്ട്വ, അത് കണ്ടിട്ട്, ശ്രീകൃഷ്ണൻ വനൗകസം, വനത്തിൽ വസിക്കുന്നവനായ ഭീമസേനപുത്രം, ഭീമസേനൻ്റെ മകനെ, ആരാണ് ഭീമസേനൻ്റെ മകൻ? ഘടോൽക്കജനെ, ഭീമസേനൻ്റെ മകനായ ഘടോൽക്കജനെ ദൂതത്വേന, ദൂതനായിട്ട്, ദൂതരൂപേണ എന്നർത്ഥം, കൗരവഭവനം പ്രേഷയതി സ്മ, കൗരവഭവനത്തിലേക്ക് പ്രേഷയതി സ്മ എന്ന് പറഞ്ഞാൽ അയച്ചു എന്നർത്ഥം. ഒറ്റ വാക്കാണെങ്കിൽ പ്രൈഷയതെന്ന് പറയാം. അപ്പോൾ ഈ ഘടോൽക്കജൻ ഭീമസേനന് വനത്തിൽ താമസിക്കുന്ന കാലത്ത് ഹിഡിംബി എന്ന ഒരു രാക്ഷസിയുമായി പരിചയം ഉണ്ടാവുകയും അവളെ ഭാര്യയെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഹിഡിംബിയുടെ മകനാണ് ഘടോൽക്കജൻ. മഹാഭാരത കഥകൾ വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെ ഘടോൽക്കജനെ, ഭീമസേനൻ്റെ മകനായ ഘടോൽക്കജനെ ദൂതരൂപത്തിൽ കൗരവസഭാം പ്രേക്ഷയതി സ്മ, കൗരവ ഭവനത്തിലേക്ക്, കൗരവരുടെ സദസ്സിലേക്ക് പറഞ്ഞയച്ചു. തത്ര അവിടെ ധൃതരാഷ്ട്രഃ ദുര്യോധനഃ ദുശാസനഃ ശകുനിഃ ച, ധൃതരാഷ്ട്രര്, ദുര്യോധനൻ, ദുശാസനൻ, ശകുനി എന്നിവർ ആസനസ്ഥാഹ ആസൻ, ഇരിപ്പിടത്തിൽ സ്ഥിതി ചെയ്തിരുന്നു എന്നാണ്. ആസനേ സ്ഥിതാഹ ആസനസ്ഥാഹ, മധ്യേ സ്ഥിതാഹ മധ്യസ്ഥാഹ, തീരേ സ്ഥിതാഹ തീരസ്ഥാഹ എന്നൊക്കെ പറഞ്ഞ പോലെ ആസനത്തിൽ, ഇരിപ്പിടത്തിൽ സ്ഥിതി ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അവിടെ അർത്ഥം. അപ്പോഴേക്കും നമ്മുടെ കഥാനായകൻ, നാടകത്തിലെ നായകൻ ഘടോൽക്കജൻ വരികയാണ്. തതഃ പ്രവിശതി ഘടോൽക്കജഃ, അനന്തരം ഘടോൽക്കജൻ പ്രവേശിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഘടോൽക്കജഃ അയമത്ര ഭവാൻ ധൃതരാഷ്ട്രഃ, അയേന്ന് അല്ല, അയം ഇതാ, അത്ര ഭവാൻ ധൃതരാഷ്ട്രഃ, ബഹുമാന്യനായ ധൃതരാഷ്ട്രരിയ്ക്കുന്നുണ്ടല്ലോ. പിതാമഹ, മുത്തശ്ശനാണല്ലോ, അച്ഛൻ്റെ വല്യച്ഛനാണത് ധൃതരാഷ്ട്രർ. അപ്പോൾ പിതാമഹൻ തന്നെയാണ്, മുത്തശ്ശൻ തന്നെയാണ് വിളിക്കുക. അഭിവാദേ ഘടോൽക്കജഃ, ഇതാ ഘടോൽക്കജൻ അങ്ങേ അഭിവാദനം ചെയ്യുന്നു. അങ്ങനെ ഞാനിതാ അങ്ങേ അഭിവാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്, അല്ലല്ല, യുധിഷ്ഠിരാദയശ്ച മേ ഗുരവോ ഭവന്തം അഭിവാദയന്തി, യുധിഷ്ഠിരൻ മുതലായവരായ മേ ഗുരവഹ, എൻ്റെ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരുസ്ഥാനീയരായിട്ടുള്ള യുധിഷ്ഠിരാദികളായ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനും പിന്നെ അനുജന്മാർ ഒക്കെ ഉണ്ട്, കൊച്ചച്ഛന്മാരും ഒക്കെ ഉണ്ട്, അവരെല്ലാവരും, അതാണ് യുധിഷ്ഠിരാദയഃ ച, യുധിഷ്ഠിരൻ തുടങ്ങിയവരും ആയിട്ടുള്ള മേ ഗുരവഹ, എൻ്റെ കാരണവന്മാർ അല്ലെങ്കിൽ എൻ്റെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആളുകൾ, ഭവന്തം അഭിവാദയന്തി, അങ്ങയെ അഭിവാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, യുധിഷ്ഠിരൻ പറഞ്ഞയച്ചിട്ടുള്ള ദൂതനാവുമ്പോൾ എന്തായാലും യുധിഷ്ഠിരനും കൂടി അദ്ദേഹത്തെ അഭിവാദനം ചെയ്യുന്നു എന്ന് പറയണമല്ലോ. യുധിഷ്ഠിരൻ്റെ പക്ഷത്തു നിന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണനാണ് പറഞ്ഞയച്ചതെങ്കിലും യുധിഷ്ഠിരാദികൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞയച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അഭിവാദനവും കൂടി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യുധിഷ്ഠിരാദയശ്ചമേ ഗുരവോ ഭവന്തം അഭിവാദയന്തി, യുധിഷ്ഠിരാദികളായിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ പിതൃസ്ഥാനീയരും ഭവന്തം അഭിവാദയന്തി, അങ്ങയെ അഭിവാദനം ചെയ്യുന്നു. പശ്ചാത്, അതിനുശേഷം ഘടോൽക്കജോ അഹം അഭിവാദയെ, ഈ ഘടോൽക്കജനും അഭിവാദനം ചെയ്യുന്നു.
ഘടോൽക്കജഹ അഹം അഭിവാദയെ എന്ന് പറഞ്ഞാൽ ഈ ഘടോൽക്കജൻ എന്ന ഞാനും അഭിവാദനം ചെയ്യുന്നു. ധൃതരാഷ്ട്ര ഏഹി പുത്ര ഏഹി, ഏഹി എന്ന് പറഞ്ഞാൽ വരൂ എന്നർത്ഥമാണ്. ഏഹി പുത്ര വരൂ മകനെ, ഏഹി വരൂ, വരൂ മകനെ വരൂ. ഘടോൽക്കജഹ കല്യാണഹ ഖല്വത്ര ഭവാൻ, അങ്ങ് സുഖമായിരിക്കുന്നുവല്ലോ. കല്യാണഹ എന്ന് വെച്ചാൽ മംഗളകരമായിട്ട്, അതായത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കുക എന്നർത്ഥം. കല്യാണഹ ഖലു അത്ര ഭവാൻ, അങ്ങ് സുഖമായിരിക്കുന്നുവല്ലോ. പിതാമഹം ആഹ ഭഗവാൻ ചക്രായുധ, ഭഗവാംശ്ചക്രായുധ എന്നാണ്. ഭഗവാൻ അധികം ചക്രായുധ എന്ന് നമുക്കവിടെ സന്ധി തിരിക്കണം. ആരാണ് ചക്രായുധൻ? സുദർശന ചക്രധാരിയായ ഭഗവാൻ കൃഷ്ണൻ, അതാണ് ഭഗവാൻ ചക്രായുധ എന്ന്. പിതാമഹനോട്, മുത്തച്ഛനോടൊരു കാര്യം ശ്രീകൃഷ്ണൻ പറയുന്നു, കൃഷ്ണ ഭഗവാൻ പറയുന്നു, പറഞ്ഞയച്ചിരിക്കുന്നു എന്നോട് പറയാനായിട്ട് അദ്ദേഹം പറയുന്നു. ധൃതരാഷ്ട്ര ആസനാദുത്ഥായ, ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട്, കിം ആജ്ഞാപയേതി ഭഗവാൻ നാരായണ, ഭഗവാൻ നാരായണൻ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം എന്താണ് പറഞ്ഞയച്ചിരിക്കുന്നത്. നാരായണ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ തന്നെ. ഘടോൽക്കജഹ നാ വേണ്ട വേണ്ട വേണ്ട, ആസനസ്ഥേനൈവ, ആസനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, ഇരിപ്പിടത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ, ഭവതാ ശ്രോതവ്യ, ശ്രോതവ്യോ എന്നുള്ളത് ശ്രോതവ്യ, ഭവാനാൽ കേൾക്കപ്പെടേണ്ടതാണ് ജനാർദ്ദനസ്യ സന്ദേശ, ജനാർദ്ദനൻ്റെ കൃഷ്ണൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ സന്ദേശമാണ്. അതങ്ങ് ഇരുന്നുകൊണ്ട് തന്നെ കേട്ടാൽ മതി, എഴുന്നേക്കൊന്നും വേണ്ട എന്നർത്ഥം. ധൃതരാഷ്ട്ര ഉപവിശതി, ധൃതരാഷ്ട്ര ഇരിക്കുന്നു. യഥാ അജ്ഞാപീയതി ചക്രായുധ, എന്നാണ് കൃഷ്ണൻ പറഞ്ഞയച്ചിരിക്കുന്നത്. ഘടോൽക്കജഹ പിതാമഹ ശ്രൂയതാം, മുത്തച്ഛ കേട്ടോളൂ. ഏകപുത്ര വിനാശാത്, ഒരേ ഒരു മകൻ മരിച്ചതുകൊണ്ട്, അർജുനസ്യ താവതീദൃശി ദുരവസ്ഥ, ഒരു മകൻ മരിച്ചിട്ട്, ഏകപുത്രൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മകൻ എന്നല്ല, ഒരു മകനേ മരിച്ചിട്ടുള്ളൂ. അർജുനന് കുറച്ചധികം മക്കളുണ്ട്, പല ഭാര്യമാരിലായിട്ട്, അതിൽ ഒരു മകനേ മരിച്ചിട്ടുള്ളൂ. അതാണ് ഏകപുത്ര വിനാശാത് അർജുനസ്യ താവതീദൃശി ദുരവസ്ഥ, ഒരു മകൻ മരിച്ചപ്പോഴേക്കും അർജുനൻ ഇത്രയും വലിയൊരു ദുരവസ്ഥ, കഷ്ടാവസ്ഥയാണ്. കാ പുനർഭവതോ ഭവിഷ്യതി, അപ്പോൾ പിന്നെ അങ്ങയ്ക്ക് എന്താണ് ഭവിക്കാനിരിക്കുന്നത്, അങ്ങയ്ക്ക് എന്താണ് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യുദ്ധത്തിൽ ധൃതരാഷ്ട്രയുടെ മക്കളെയെല്ലാം പാണ്ഡവർ കൊല്ലും. അപ്പോൾ കുറേ മക്കൾ, 101 മക്കളാണല്ലോ ഉള്ളത്, ഒരാൾ മാത്രമാണ് പെൺകുട്ടി, 100 മക്കളുണ്ട്. ആ 100 മക്കളും കൊല്ലപ്പെടും. അപ്പോൾ പിന്നെ അങ്ങയ്ക്ക് പിന്നെ എന്താണ് ഉണ്ടാവുക? അർജുനന് ഒരു മകൻ മരിച്ചപ്പോൾ ഇത്രയും ദുഃഖമാണെങ്കിൽ അങ്ങേക്ക് വരാൻ പോകുന്ന ദുഃഖം എന്തുമാത്രമായിരിക്കും എന്നർത്ഥം. തതഹ, അതുകൊണ്ട് ക്ഷിപ്രം, പെട്ടെന്ന് തന്നെ, ഇതാനേം ആത്മബല ആധാനം കുരുഷ, മനസ്സിന് കരുത്ത് ഉണ്ടാക്കിക്കോളൂ എന്നാണ്. ആത്മബല ആധാനം, ആധാനം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ധൈര്യം വെക്കുക എന്നാണ് അർത്ഥം. കൊണ്ടുവെക്കുക എന്നുള്ള അർത്ഥമാണ് ഈ ആധാനത്തിന്. ക്ഷിപ്രം ഇതാനേം, പെട്ടെന്ന് ഇപ്പോൾ തന്നെ, ആത്മബല ആധാനം കുരുഷ, മനസ്സിൽ ബലമുണ്ടാക്കി വെച്ചു, മനസ്സ് കരുത്തുള്ളതാക്കി വെച്ചോളൂ എന്നർത്ഥം. ഇതി എന്നാണ് കൃഷ്ണൻ അങ്ങോട്ട് പറയാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്നു. ദുര്യോധന ഹാസ്യമഭിധാനം, ഓഹോ ഇത് ചിരിക്കേണ്ട കാര്യം തന്നെ, തമാശയാണല്ലോ എന്നർത്ഥം. ഹാസ്യമഭിധാനം പറഞ്ഞതൊരു തമാശയാണല്ലോ. ഹാസ്യം എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ വകയുള്ളത്, അത് തമാശ എന്നല്ലേ പറയാം. ഘടോൽക്കജഹ ചക്രപാണിനാ പ്രേക്ഷിതോഹം വക്ത, ശ്രീകൃഷ്ണൻ പറഞ്ഞയക്കപ്പെട്ടിട്ട് അഹം വക്ത, ഞാൻ പറയുന്നു. ത്വം ഹസസി, താങ്കൾ ചിരിക്കുകയാണോ? ഭവതാപി ശ്രോതവ്യോ ജനാർദ്ദനസ്യ സന്ദേശ, ഭവാനും കേൾക്കേണ്ടതാണ് ശ്രീകൃഷ്ണന്റെ സന്ദേശം. ഘടോൽക്കജൻ ദുര്യോധനോട് പറയാണ്, അങ്ങേക്കും കൂടി കേൾക്കാനുള്ളതാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. ക്ഷത്രിയാനാം വിനാശ ഉപസ്ഥിത ഇത്യവഗച്ഛ, ക്ഷത്രിയരുടെ നാശം അടുത്തിരിക്കുന്നു, ഉപസ്ഥിത സമീപത്തായിരിക്കുന്നു, ഇത്യവഗച്ഛ, ഇതി അവഗച്ഛ എന്ന് മനസ്സിലാക്കണം. നിർവതിശതവധേന, നൂറുകണക്കിന് രാജാക്കന്മാരുടെ വധം കൊണ്ട്, രാജാക്കന്മാർ 100-ലധികം പേര്, 100 കണക്കിന് രാജാക്കന്മാർ മരിക്കും. അങ്ങനെ ഭൂമേഹേ ലാഘവം ചാസ്തു, ഭൂമിക്ക് ലാഘവവും ഉണ്ടാകട്ടെ, ഭൂമിക്ക് ഭാരം കുറയട്ടെ. പുത്രവിനാശാത്, പുത്രൻ നശിച്ചു എന്നുള്ളത് കൊണ്ട്, സമരമുഖി, യുദ്ധമുഖത്ത്, ഗാണ്ഡീവാത് അസ്ത്രമുക്തി, അർജുനന്റെ ഗാണ്ഡീവമെന്ന ആ വില്ലിൽ നിന്ന് അസ്ത്രമുക്തി, അസ്ത്രങ്ങൾ അയക്കുന്നത്, ഫൽഗുനസെന്ന അതിഭാര, അർജുനൻ അത്ര ഭാരമുള്ള കാര്യമൊന്നുമല്ല. പുത്രൻ നശിച്ചു എന്നുള്ളതുകൊണ്ട് അർജുനൻ അസ്ത്രപ്രയോഗം നടത്താതിരിക്കില്ല എന്നൊരു സൂചനയാണ്. ശകുനിഹി യദ്യേവം, യതിയേവം അങ്ങനെയാണെങ്കിൽ, വാക്യമാത്രേണ സർവക്ഷത്രവധ സാധ്യ കിം, ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് എല്ലാ ക്ഷത്രിയരുടെയും വധം സാധിക്കുമോ എന്ന് ശകുനിയാണ് ചോദിച്ചത്. ശകുനി അറിയാലോ നിങ്ങൾക്ക്, ശകുനി ആരാണെന്ന്.
ദുര്യോധന പ്രഭൃതികളായിട്ടുള്ള രാജകുമാരന്മാരുടെ അമ്മാവനാണ് ശകുനി. ഖഡോൽക്കജഹ ശകുനിരേഷ വ്യവഹരതി. ഓ, ശകുനിയാണല്ലോ സംസാരിക്കുന്നത്. ഹേ ശകുനേ, എടോ ശകുനി, ത്വം അക്ഷാൽ വിമുഞ്ച, നിങ്ങൾ ആ പകിടയൊക്കെ അവിടെ വെക്കൂ. വിമുഞ്ച എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കൂ, ഉപേക്ഷിക്കൂ. അക്ഷം എന്ന് പറഞ്ഞാൽ പകിട. ചതുരംഗ കളിയിൽ പകിടകൾ ഉപയോഗിക്കും, അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ചതുരംഗം കളിക്കുന്നതിനുള്ള അക്ഷങ്ങളെ, പകിടയൊക്കെ അവിടെ വെക്കൂ. സമരകർമ്മണി, യുദ്ധം ചെയ്യുമ്പോൾ ബാണയോഗ്യം അഷ്ടാവതമേവ യുക്തം ഇത് ജാനീഹി. സമരം ചെയ്യുമ്പോൾ പകിട കൊണ്ടല്ല സമരം ചെയ്യുന്നത്, ബാണത്തിന് യോഗ്യമായ തരത്തിലുള്ള അഷ്ടാവതമേവ യുക്തം. അതായത് യുദ്ധത്തിലെ ഒരു മര്യാദയാണ് ഈ അഷ്ടാവതം എന്നുള്ളത്. കുറച്ച് അഭിമുഖമായി യുദ്ധം ചെയ്യത്തക്കവണ്ണം സജ്ജീകരിച്ച് നിന്നോളൂ, ഒരു തയ്യാറെടുപ്പോടെ നിന്നോളൂ. അതാണ് ബാണയോഗ്യം അഷ്ടാവതമേവ യുക്തം ഇത് ജാനീഹി എന്ന് മനസ്സിലാക്കണം. ബാണപ്രയോഗം നടത്താൻ തയ്യാറായി നിന്നുകൊള്ളണം. അതിനുള്ള ഒരു പ്രത്യേക രീതിയാണ് ഈ അഷ്ടാവതം എന്ന് പറയുന്നത്. യുദ്ധത്തിൽ ഉപയോഗിക്കേണ്ട ഒരു രീതി, ഒരു ചട്ടം. അവിടെ അങ്ങനെ യുദ്ധത്തിൽ ന പരദാര അപഹരണം പണഹ, പരൻ്റെ ദാരങ്ങളെ അന്യൻ്റെ ഭാര്യമാരെ അപഹരിക്കുക എന്നുള്ള അതൊരു പണയവസ്തു അല്ല യുദ്ധത്തിൽ. പ്രാണാഹ ഏവ പണഹ, ജീവനാണ് പണയം വെക്കേണ്ടത്. ഇവിടെ ഇതിങ്ങനെ സൂചിപ്പിക്കാൻ കാരണം, കൗരവ പാണ്ഡവ യുദ്ധമുണ്ടാകാൻ കാരണം തന്നെ ദുര്യോധന പ്രവൃത്തികളായ കൗരവരും യുധിഷ്ഠിര പ്രവൃത്തികളായുള്ള പാണ്ഡവരും അങ്ങനെ ചൂത് കളിച്ച് അവസാനം പാണ്ഡവർ തോറ്റ് തുന്നമ്പാടി ഭാര്യയെ കൂടി പണയം വെച്ചു. രാജ്യം മുഴുവൻ ആദ്യം പണയം വെച്ചു, പിന്നെ ഭാര്യയെ കൂടി പണയം വെച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. തത്ര ന പരദാര അപഹരണം പണഹ, പരൻ്റെ ദാരങ്ങൾ, മറ്റുള്ളവൻ്റെ ഭാര്യമാരെ പരദാര ആഹരണം, അതായത് മറ്റുള്ളവൻ്റെ ഭാര്യയെ തട്ടിയെടുക്കുക, പണയമായി സ്വീകരിക്കുക, അത് യുദ്ധത്തിലുള്ള കാര്യമല്ല. പ്രാണാഹായേവ പണഹ, ജീവനാണ് പണയപ്പെടുത്തുന്നത്. അക്ഷൈരത്ര കേളിഹി, അക്ഷങ്ങളെ കൊണ്ടല്ല ഇവിടുത്തെ കളി, അതായത് പകിട കൊണ്ടല്ല ഇവിടുത്തെ കളി. ബാണൈഹി ഉഗ്രഫലൈഹി അവഗച്ഛ, ഉഗ്രഫലങ്ങളായിട്ടുള്ള ഉഗ്രശക്തിയുള്ള ബാണൈഹി ഏവ കേളിഹി, ബാണങ്ങളെ കൊണ്ടാണ് ഇവിടുത്തെ കളി, യുദ്ധത്തിലെ കളി. അവഗച്ഛ, മനസ്സിലാക്കിക്കോളൂ. ദുശാസനഃ, അവിടെയൊക്കെ സന്ധി നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ. അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ന അധികം അക്ഷൈഹി അധികം അത്ര, ഇവിടെ അക്ഷങ്ങളെ കൊണ്ടുള്ള കളിയല്ല എന്നാണ്. കുറേ പദങ്ങളൊക്കെ സന്ധി തിരിക്കേണ്ടത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ന അക്ഷൈരത്ര എന്നുള്ളത് ന അധികം അക്ഷൈഹി അധികം അത്ര. ബാണൈരുഗ്രഫലൈഹി, ബാണൈഹി അധികം ഉഗ്രഫലൈഹി അവഗച്ഛ, മനസ്സിലാക്കൂ. ദുശാസനഃ സകോപം, ദുശാസനപ്പോഴത്തേക്കും ദേഷ്യം വന്നു ദുര്യോധനൻ്റെ അനുജൻ. ഹേ ദീർഘഹസ്ത, ദീർഘഹസ്ത എന്ന് പറഞ്ഞാൽ നീണ്ട കൈകളുള്ളവനെന്നാണ്. ഒരു ആചാര ബാഹുവാണ് നമ്മുടെ ഖഡോൽക്കജൻ. വലിയ വലുപ്പമുള്ള ശരീരം, അപ്പോൾ അതിനനുസരിച്ച് കൈക്ക് നീളമുണ്ട്. അതിൻ്റെ കാൽമുട്ട് വരെ കൈക്ക് നീളമുണ്ടാവും. അത്ര ലക്ഷണമൊത്ത ഒരു ശരീരമാണ് നമ്മുടെ ഖഡോൽക്കജൻ്റേത്. അതുകൊണ്ട് കളിയാക്കി വിളിച്ചതാണ് ഹേ ദീർഘഹസ്ത, ത്വം പ്രമാണം ലംഘയിത്വ രൂക്ഷം വദസി, നിങ്ങൾ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് രൂക്ഷമായിട്ട് സംസാരിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ, ദൂതന്മാർ സദസ്സിൽ വന്നാൽ സംസാരിക്കേണ്ടത് വളരെ വിനയത്തോടു കൂടിയാണ്. അതാണ് പ്രമാണം ലംഘയിത്വ, ചട്ടങ്ങൾ ലംഘിച്ചിട്ട്. രൂക്ഷം വദസി, രൂക്ഷമായി സംസാരിക്കുന്നു. യതി തേ മാതൃപക്ഷ ഉഗ്രരൂപോ ദർപ്പശ്ചേത്, നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഉഗ്രരൂപമായിട്ടുള്ള ദർപ്പമുണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ. ഖഡോൽക്കജൻ്റെ അമ്മയായ ഹിഡിംബി ഒരു രാക്ഷസിയാണല്ലോ. രാക്ഷസിയുടെ രൂപം ഉഗ്രമാണ്, അഹങ്കാരവുമുണ്ട്. അതാണ് മാതൃപക്ഷ ഉഗ്രരൂപോ ദർപ്പഹ, മാതൃപക്ഷത്തിൻ്റെ അനുസരിച്ചുള്ള, അതായത് അമ്മയുടെ സ്വഭാവം പോലുള്ള ഉഗ്രരൂപമായിട്ടുള്ള ദർപ്പഹ ചെയ്ത്, അഹങ്കാരമുണ്ടെങ്കിൽ. ദർപ്പഹ അധികം ചെയ്താണ് ദർപ്പശ്ചേത്, ദർപ്പഹ അഹങ്കാര. വയമപി, ഞങ്ങളും നിനക്കങ്ങനെ നിന്റെ അമ്മയുടെ സ്വഭാവം പോലെ ഉഗ്ര സ്വഭാവമോ ദേഷ്യ സ്വഭാവം അഹങ്കാരം ഉണ്ടെങ്കിൽ, വയമപി ഞങ്ങളും രാക്ഷസോഗ്ര സ്വഭാവ, ഞങ്ങൾ ഒട്ടും കുറവല്ല, ഞങ്ങളൊട്ടും കുറവുള്ളവരല്ല. ഞങ്ങൾക്ക് രാക്ഷസന്മാരുടേതുപോലുള്ള ഉഗ്ര സ്വഭാവമാണുള്ളത്. രൗദ്രാഹ ഭവാമഹ, ഞങ്ങളും രൗദ്രരാകും, ഞങ്ങളും ഭീകരന്മാരാകും എന്നർത്ഥം. ഖഡോൽക്കജഃ ശാന്തം പാപം, അയ്യോ കഷ്ടം. രാക്ഷസേഭ്യോ വിഭവന്തഃ ഏവ ക്രൂരതമാഹ,
രാക്ഷസന്മാരെക്കാൾ ക്രൂരന്മാരാണ് നിങ്ങൾ. ക്രൂരതമഹ, ഏറ്റവും ക്രൂരന്മാരാണ്. ക്രൂരഹ, ക്രൂരതരഹ, ക്രൂരതമഹ. അത് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്, ആ ഡിഗ്രി, അതാണ് ക്രൂരതമഹ. ഏറ്റവും മോസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് തമപ്രത്യം ചേർത്തിരിക്കുന്നത്. നിങ്ങൾ രാക്ഷസന്മാരെക്കാളും ക്രൂരന്മാരാണ്. കുതഹ, എന്തുകൊണ്ടെന്നാൽ, ഒരു ശ്ലോകമാണ്. നജതുഗൃഹേ സുപ്താൻ ഭ്രാതൃന്ദകന്തി നിശാചരാഹ ശിരസി ന തഥാ ഭ്രാതു പത്നീ സ്പൃശന്തി നിശാചരാഹ ന ച സുതവധം സംഘേ വൃത്തം സ്മരന്തി നിശാചരാഹ വികൃതവപുഷോപ്യുഗ്രാചാര ഘൃണാനതു വർജിത. നിശാചരാഹ, രാക്ഷസന്മാര്, ജതുഗൃഹി, ലാക്ഷാഗൃഹത്തിൽ, അരക്കില്ലത്തിൽ, സുപ്താൻ ഭ്രാതൃന്നതു ദഹന്തി, ഉറങ്ങിക്കിടക്കുന്ന സഹോദരന്മാരെ കൊല്ലാറില്ല. അതൊക്കെ കൗരവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പാണ്ഡവരെയും അവരുടെ അമ്മയെയും കൊല്ലാൻ വേണ്ടി ഒരു അരക്കില്ലം ഉണ്ടാക്കി, ആ കഥകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അവർ വനത്തിൽ താമസിക്കുന്ന കാലത്ത്, ഇപ്പോഴത്തെ വനവാസമല്ല, അല്ലാതെ അതിനു മുമ്പ് ഒരിക്കൽ ഖണ്ഡവപ്രസ്ഥത്തിൽ അവർ വസിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കി കൊടുത്താണ്. അത് അരക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയത്, പെട്ടെന്ന് തീ പിടിക്കാൻ പാകത്തിന്. അങ്ങനെ അരക്കില്ലത്തിൽ, ജതുഗൃഹം എന്ന് പറഞ്ഞാൽ അതാണ്. ജതു അരക്കാണ്, ജതുഗൃഹം അരക്ക് കൊണ്ട് ഉണ്ടാക്കിയ വീട്, അത് ജതുഗൃഹി. അരക്കില്ലത്തിൽ സുപ്താൻ, ഉറങ്ങിക്കിടക്കുന്ന, ഭ്രാതൃന്ന നഖന്തി, സഹോദരന്മാരെ ഒന്നും രാക്ഷസര് കൊല്ലില്ല. എന്ന് വെച്ചാൽ ഇവിടെ രാക്ഷസന്മാരെക്കാൾ ക്രൂരന്മാരാണ് നിങ്ങളെന്ന് ഘടോൽക്കജൻ പറഞ്ഞിട്ട് അതിനെ സാധൂകരിക്കുകയാണ്. അതുപോലെ ശിരസി ന തഥാ ഭ്രാതുഹു പത്നി സ്പൃശന്തി നിശാചരാഹ, നിശാചരന്മാര് ഭ്രാതുഹു പത്നിയും, സഹോദരന്റെ ഭാര്യയെ ശിരസി ന തഥാ സ്പൃശന്തി, അങ്ങനെയൊന്നും പിടിക്കൊന്നുമില്ല. നമ്മുടെ പാഞ്ചാലിയുടെ മുടിയെ പിടിച്ച് വലിച്ച് കൗരവ സഭയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പണയപ്പെടുത്തിയ സമയത്ത് അവരുടെ അടിമയായല്ലോ. ചൂതുകളിയിൽ, ചതുരംഗ കളി എന്ന് ഞാൻ പറഞ്ഞത് ചൂതുകളി, അത് ചതുരംഗം എന്ന് പറഞ്ഞതാണ്, ചതുരംഗം തന്നെയാണ്. 4 കരുക്കളുള്ളതുകൊണ്ടാണ് ചതുരംഗം എന്ന് പറഞ്ഞാൽ. ചൂതുകളിയിൽ തോറ്റ് ദ്രൗപദിയെ പണയം വെച്ച സമയത്ത് ദുശാസനൻ അവളെ പിടിച്ചു വലിച്ച് സഭയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ അടിമയായല്ലോ പാഞ്ചാലി, ദ്രൗപദി. ആ ദ്രൗപദിയെ വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതാണ് നിശാചരന്മാർ പോലും തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചൊന്നും കൊണ്ടിരില്ല എന്നാണ് ആ രണ്ടാമത്തെ അവരുടെ അർത്ഥം. നജ സുതവധം സംഘേ വൃത്തം സ്മരന്തി നിശാചരാഹ, രാക്ഷസന്മാര് ഒരു മകനെ കൊന്നിട്ട്, എവിടെ, സംഘേ, യുദ്ധത്തിൽ മകനെ കൊന്നിട്ട്, ആ സംഭവം, ആ വൃത്തം എന്ന് പറഞ്ഞാൽ ആ ചരിത്രം, ആ സംഭവം സ്മരന്തി, വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കില്ല. വീണ്ടും അതുകൊണ്ട് ഓർത്ത്, ഞങ്ങൾ നിന്റെ മകനെ കൊന്നില്ലടാ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും നിശാചരന്മാർ പോലും ചോദിക്കില്ല. അത്രയും ദുഷ്ടന്മാരല്ല കാട്ടാളന്മാരെന്ന്. വികൃത വപുഷോപ്യുഗ്രാചാരാഹ, വികൃത വപുഷ, വികൃതമായ ശരീരത്തോടുകൂടിയവരാണ് രാക്ഷസന്മാർ. ഉഗ്രാചാരാഹ, കട്ടമൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ കണ്ടാൽ പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിശാചരാഹ ഘൃണാനതു വർജിത, നിശാചരന്മാർ ദയ വെടിയില്ല. അവർക്ക് കുറച്ച് ദയുള്ളവരായിരിക്കും അവർ, നിങ്ങളെപ്പോലെ ദയയില്ലാത്തവരല്ല. അതിനെ സാധൂകരിക്കാനാണ് സഹോദരന്മാരെ അരക്കില്ലത്തിൽ ചുട്ട് കത്തിച്ച് കളയാറില്ല നിശാചരന്മാർ. സഹോദരപത്നിയെ മുടിക്ക് പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുവരാറില്ല നിശാചരന്മാർ. മകനെ കൊന്നിട്ട് ആ കാര്യം യുദ്ധത്തിലിപ്പോൾ അർജുനൻ്റെ മകനായ അഭിമന്യുവിനെ കൊന്നിട്ട്, കണ്ടില്ലേ നിന്റെ മകൻ ചത്തില്ലേ എന്നൊക്കെ ഈ ദുഷ്ടന്മാർ കൗരവരിരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിശാചരന്മാർ പോലും പറയില്ല. മകനെ കൊന്നിട്ട് വീണ്ടും കുത്തി വേദനിപ്പിക്കാൻ പാകത്തിന് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാറില്ല നിശാചരന്മാർ. നിശാചരന്മാരുടെ രൂപം വികൃതമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളൊക്കെ ചില ദുഷ്ടതയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അവർ ഘൃണാനതു വർജിത, അവർ ഒരിക്കലും ഘൃണ എന്നുള്ളതിന് ദയ എന്നാണ് അർത്ഥം. ദയ വെടിയില്ല. നിർഘൃണഹ എന്ന് പറഞ്ഞാൽ ദയയില്ലാത്തവൻ എന്നാണ് അർത്ഥം. ദുര്യോധനൻ നത്വം യുദ്ധാർത്ഥമാഗതഹ, നീ യുദ്ധത്തിന് വന്നതല്ലല്ലോ. ദൂതഹ ഖലു ഭവാൻ, നീ ഒരു ദൂതനല്ലേ. യുദ്ധത്തെക്കുറിച്ചൊന്നും വലിയ കാര്യം പറയണമെന്ന് അർത്ഥം. ഗൃഹീത്വാ ഗച്ഛ സന്ദേശം, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് പോയിക്കൊള്ളൂ, ഞങ്ങൾക്കും പറയാനുണ്ട്. അതാണ് ഗൃഹീത്വ, സന്ദേശം. ഞങ്ങളുടെ സന്ദേശത്തെ ഗ്രഹിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഗച്ഛ, പോകാൻ നോക്കടോ എന്നർത്ഥം. ഘടോൽക്കജ സക്രോധം,
ക്രോധേന സഹ ദേഷ്യത്തോടുകൂടി കിം ദൂതൈതി മാം പ്രദർശയസി, ദൂതൻ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയാണോ? അലം വോ വ്യവസായേന, അലം മതി നിർത്തൂ, വോ വഹ എന്നാണ് അർത്ഥം, യുഷ്മാകം എന്നാണ്. യുഷ്മത് ശബ്ദത്തിൻ്റെ ഷഷ്ടി ബഹുവചന രൂപമാണ് വഹ. യുഷ്മാകം വഹ, യുഷ്മാകം എന്ന് ആക്കണ്ട്, വഹ എന്നുണ്ട്. നിങ്ങളുടെ ഈ വ്യവസായം, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പരിപാടി നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അലം നിർത്തിക്കൊള്ളൂ. യാച്ഛേദാത് ദുർബലോ അഭിമന്യുർനാഹം, ഞാൻ മുറിഞ്ഞതുകൊണ്ട് ദുർബലനായിപ്പോയ അഭിമന്യുവല്ല ഞാൻ. തിഷ്ഠത്യേഷ ഖഡോൽക്കജ, ഖഡോൽക്കജനാണ് ഈ നിൽക്കുന്നത്. ഉത്തിഷ്ഠതു പുമാൻ കശ്ചിത്, ഉത്തിഷ്ഠതു പുമാൻ കശ്ചിത് ഗന്ധമിച്ഛൻ യമാലയം, യമൻ്റെ ആലയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ എഴുന്നേറ്റ് വാ എൻ്റെ അടുത്തേക്ക് എന്നർത്ഥം. അതാണ് ഉത്തിഷ്ഠതു പുമാൻ കശ്ചിത് ഗന്ധമിച്ഛൻ യമാലയം, യമസ്യ ആലയ യമാലയം, കാലപുരിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മനുഷ്യരിവിടെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് വരൂ എന്നർത്ഥം. ധൃതരാഷ്ട്ര പൗത്ര ഖഡോൽക്കജ, മോനെ, കൊച്ചുമോനെ എന്നർത്ഥം. പൗത്രൻ മകൻ്റെ മകനാണ്. പുത്രസ്യ പുത്ര പൗത്ര. അവ കൊച്ചുമോനെ, ഖഡോൽക്കജ മർഷതു മർഷതു ഭവാൻ, ക്ഷമിക്കൂ ക്ഷമിക്കൂ മോനെ. ഭവാൻ എന്ന് പറഞ്ഞാൽ ഭവാൻ അങ്ങ് ക്ഷമിച്ചാലും, മർഷതു ക്ഷമിക്കൂ. മദ്വചനാത് അവഗന്ധാഭവ, എൻ്റെ വാക്ക് കേട്ട്, മദ്വചന അവഗന്ധാഭവ, എൻ്റെ വാക്കിനെ നീ മനസ്സിലാക്കിയിട്ട് പോയിക്കോളൂ. അവഗന്ധാവാകും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നവനാകൂ. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കൂ. മദ്വചന അവഗന്ധാഭവ, എൻ്റെ വാക്കിനെ മനസ്സിലാക്കുന്നവനാവൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കൂ. ഖഡോൽക്കജ ന ശക്നോമി രോഷം ധാരയിതും, എനിക്ക് ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. തഥാപി എങ്കിലും പിതാമഹവചനാൽ ദൂതയേവാസ്മി, പിതാമഹൻ്റെ വാക്കനുസരിച്ച് ഞാനൊരു ദൂതൻ തന്നെയാണല്ലോ. കിമിതി വിജ്ഞാപ്യസ്തത്ര ഭവാൻ നാരായണ, തത്ര ഭവാൻ നാരായണ കിം വിജ്ഞാപ്യ ഇതി ഉച്യതാം എന്ന കൂട്ടിച്ചേർക്കണം. അതായത് ഭവാൻ നാരായണനെ എന്താണ് ഞാൻ അറിയിക്കേണ്ടത്? വിജ്ഞാപ്യ ഭവാൻ നാരായണ കിം ഇതി വിജ്ഞാപ്യ, തത്ര ഭവാൻ നാരായണ എന്ന് പറഞ്ഞിട്ടുണ്ട് തമ്പുരാൻ യജമാനൻ എന്നുവെച്ചാൽ വലിയവനായ പൂജനീയനായ ബഹുമാന്യനായ നാരായണനോട് കിം വിജ്ഞാപ്യ, അദ്ദേഹത്തെ ഞാൻ എന്താണ് അറിയിക്കേണ്ടത്? ഇതി ഉച്യതാം എന്നൊന്ന് പറയൂ. ദുര്യോധന മദ്വചനാദേവം സ വക്തവ്യ, ഞാൻ പറഞ്ഞതായിട്ട് സഹ വക്തവ്യ, അയാളോട് പറയൂ. വ്യർത്ഥം കിം ബഹുഭാഷസേ, വെറുതെ എന്തിനധികം സംസാരിക്കുന്നു. ത്വം പാണ്ഡവൈഹി സഹ നിഷ്ഠ, നിങ്ങൾ പാണ്ഡവരോടൊപ്പം തന്നെ നിന്നോളൂ. തേ പ്രതിവച, നിങ്ങൾക്കുള്ള മറുപടി യുദ്ധേ, യുദ്ധത്തിൽ സായകൈർ ദാസ്യാമീതി, ഞാൻ എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാൻ പോകുന്നത്. വ്യർത്ഥം കിം ഭാഷസേ, നിങ്ങൾ വ്യർത്ഥമായത് എന്തിനു സംസാരിക്കുന്നത് വെച്ചാൽ ആവശ്യമില്ലാത്ത സംസാരം എന്തിനാണ്? ത്വം പാണ്ഡവൈഹി സഹ തിഷ്ഠ, നിങ്ങൾ പാണ്ഡവരോടൊപ്പം തന്നെ നിന്നോളൂ. തേ പ്രതിവച, അങ്ങേക്കുള്ള മറുപടി, നിനക്കുള്ള മറുപടി യുദ്ധേ സായകൈഹി ദാസ്യാമി, സായകൈർ ദാസ്യാമി എന്ന് പറഞ്ഞാൽ സായകൈഹി അധികം ദാസ്യാമി, സായകൈഹി എന്ന് പറഞ്ഞാൽ അസ്ത്രൈഹി, ഞാൻ അസ്ത്രങ്ങളെ കൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി തരാൻ തോന്നുന്നത് ഇതി എന്ന് ഞാൻ പറഞ്ഞതായിട്ട് സവക്തവ്യ, അദ്ദേഹം പറയപ്പെടണം, അദ്ദേഹത്തോട് പറയണം. ഖഡോൽക്കജ പിതാമഹ യേഷ ഗച്ഛാമി, മുത്തശ്ശ ദാ ഞാൻ പോവാണ് കേട്ടോ. ധൃതരാഷ്ട്ര ഗച്ഛ വത്സ, പൊയ്ക്കോളൂ മോനെ എന്ന്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. യുധിഷ്ഠിരാദയശ്ച, യുധിഷ്ഠിരാദയ അധികം ഛ, പദച്ഛേദം ശ്രദ്ധിച്ചോളൂ. പുസ്തകത്തിലുള്ളത് തന്നെയാണല്ലോ നമുക്ക് പറയാനുള്ളത്. ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും ഈ പുസ്തകത്തിലുള്ള പദച്ഛേദവും വിഗ്രഹവും ഒക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കണം. യുധിഷ്ഠിരാദയശ്ച, ആദയ അധികം ച, ഇവിടെയുള്ള വിസർഗം ശായായി മാറി. ഗുരവോ ഭവന്തം, ഗുരവോ ഗുരവഹ ഭവന്തം, അപ്പോൾ ഓകാരം, ഭകാരത്തിന് മുമ്പുള്ള ഓകാരം ഇവിടെ വിസർഗമാകും. ഭഗവാംശ്ചക്രായുധ, ഭഗവാൻ അധികം ചക്രായുധ. ആസനാദുത്ഥായ, ആസനാത് അധികം ഉത്ഥായ. ആസനസ്ഥേനൈവ, ആസനസ്ഥേന അധികം ഏവ. പുനർഭവതോ ഭവിഷ്യതി, പുനഃ ഭവതഃ ഭവിഷ്യതി. ക്ഷിപ്രമിതാനീം ആത്മബലാധാനം, ക്ഷിപ്രം അധികം ഇതാനീമധികം ആത്മബലാധാനം. പ്രേഷിതോഹം, പ്രേഷിതഃ അധികം അഹം. ഭവതാദി, ഭവതാ അധികം അഭി. ഇത്യവഗച്ഛ, ഇതി അധികം അവഗച്ഛ.
ന അതിഭാര, ന അധികം അതിഭാര. യദ്യേവം, യതി അധികം ഏവം, ഇകാരത്തിന് ശേഷം ഏവെന്ന് യകാരമായി. ഇത്യവഗച്ഛ എന്നുള്ളിടത്തും അങ്ങനെ തന്നെയായിരുന്നു. ഭവതാവി എന്നുള്ളിടത്തും നാദിഭാര എന്നുള്ളിടത്തും ദീർഘസന്ധിയാണ്. ശകുനിരേഷ, ശകുനിഹി അധികം ഏഷ, രാവിസർഗമാകുന്നു. നക്ഷത്രൈരത്ര, അതും അങ്ങനെ തന്നെ. നക്ഷത്രൈരത്ര എന്നല്ല, ന അക്ഷൈരത്ര, ന അധികം അക്ഷൈഹി അധികം അത്ര. ബാണൈരുഗ്രഫലൈഹി, ബാണൈഹി അധികം ഉഗ്രഫലൈഹി, അവിടെ രാവിസർഗമാകുന്നു. ദർപ്പശ്ചേത്, ശകാരം വിസർഗമാകുന്നു. വിസർഗത്തിൻ്റെ സ്ഥാനത്ത് ശകാരം വരുന്നു. ദർപ്പഹ അധികം ചെയ്ത്. വികൃത വപുഷോപ്യുഗ്രാചാരാഹ, വികൃത വപുഷഃ അധികം അവിയധികം ഉഗ്രാചാരാഹ. ഓ വ്യവസായേന, വഹ വ്യവസായേന, ഓകാരം വിസർഗമാകുന്നു. അഭിമന്യുർനാഹം, അഭിമന്യു അധികം നാധികം അഹം. വിജ്ഞാപ്യസ്തത്ര, വിജ്ഞാപ്യഃ അധികം തത്ര. ഇനി വിഗ്രഹങ്ങളാണ്. ചക്രായുധ, ചക്രം ആയുധ യസ്യ സഹ, ചക്രം ആയുധമായിട്ടുള്ളവൻ ആരാണോ അയാൾ ചക്രായുധൻ, കൃഷ്ണൻ എന്നർത്ഥം. ദുരവസ്ഥ, ദുഷ്ടാവസ്ഥ, ദുഷിച്ച അവസ്ഥ. ആത്മബല ആധാനം, ആത്മബലസ്യ ആധാനം. ചക്രപാണിന, ചക്രം പാണൗ യസ്യ സഹ ചക്രപാണിഹി, ചക്രം കയ്യിലുള്ളവൻ, സുദർശന ചക്രം കയ്യിലുള്ള കൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. തേന, തൃതീയാവുമ്പോൾ തേന എന്ന് ചേർക്കണം. ചക്രപാണിന. നൃപതി ശതവധേന, നൃപതീനാം ശതം നൃപതി ശതം, തസ്യ വധഃ നൃപതി ശതവധഃ, തേന നൃപതി ശതവധേന. അസ്ത്രമുക്തി, അസ്ത്രാണാം മുക്തി. സർവക്ഷത്രവധഃ, സർവേഷാം ക്ഷത്രാണാം വധഃ. ദീർഘഹസ്ത, ദീർഘൗ ഹസ്തൗ യസ്യ, ദീർഘഹസ്ത എന്നേ ഉള്ളൂ, സംബോധനയാണ്, സംബോധന എന്നാണ്. ദീർഘഹസ്ത, ദീർഘൗ ഹസ്തൗ യസ്യ, ദീർഘമായ കൈകളുള്ളവൻ ദീർഘഹസ്തൻ, അതിൻ്റെ സംബോധനയാണ്. അതാണ് സംബുദ്ധൗ ദീർഘഹസ്ത. നിശാചരാഹ, നിശായാം ചരതീതി, രാത്രിയിൽ സഞ്ചരിക്കുന്നവർ, രാക്ഷസന്മാരെന്നർത്ഥം. ബഹുവചനം തേന്ന് ചേർത്താൽ നിശാചരാഹ എന്നാവും. വികൃത വപുഷ, വികൃതം വപുഹു യസ്യ, വികൃതമായ വപുസ്സുള്ളത് ആർക്കാണോ അവരാണ് വികൃത വപുസ്സുകൾ, രാക്ഷസന്മാരെന്നർത്ഥം. ഇവിടെ നാടകാത് സംബോധന പദാനി ചിത്വാ ലിഖതു, നാടകത്തിൽ നിന്ന് സംബോധന പദങ്ങൾ തെരഞ്ഞെടുത്തെഴുതുക. പിതാമഹ എന്നൊരു സംബോധനയുണ്ട്, വത്സ എന്ന സംബോധനയുണ്ട്, പൗത്ര സംബോധനയാണ്, ഖഡോൽക്കജ സംബോധന പദമാണ്. പിന്നെ കണ്ടുപിടിച്ചെഴുതാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. പിതാമഹ എന്നൊരു സംബോധനയുണ്ട്, പുത്ര എന്ന സംബോധനയുണ്ട്. എക്സ്ക്ലമേറ്ററി മാർക്കിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം സംബോധനകളാണ്, കണ്ടുപിടിച്ചെഴുതണം. പിന്നെ നാടകഭാഗം കഥാരൂപേണ പരിവർത്തി ലിഖതു, നാടകഭാഗം കഥാരൂപത്തിൽ മാറ്റി എഴുതുക. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ എഴുതി അയച്ചു തരുന്നതായിരിക്കും. പിന്നെ അനുബന്ധം പഠിത്വ ഭാസനാടകാനാം നാമാനി ലിഖതു, അനുബന്ധം വായിച്ചിട്ട് ഭാസനാടകങ്ങളുടെ പേര്. അതിൽ 49ാമത്തെ പേജിൽ അനുബന്ധ എന്ന് കൊടുത്തേക്കണതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫാണ് ഭാസനാടകങ്ങൾ. ഞാൻ ഒന്ന് വായിച്ചു തരാം. 49ാം പേജിൽ അനുബന്ധ എന്നുള്ള ഹെഡിങ്ങിൽ കൊടുത്തേക്കുന്ന ആ പാരഗ്രാഫിലെ ലാസ്റ്റ് സെൻറ്റൻസ്, താനിതു അവയാകട്ടെ, അതായത് ഭാസനാടകങ്ങൾ, അഭിഷേക നാടകം, പ്രതിമാ നാടകം, ബാലചരിതം, കർണഭാരം, ഊരുഭംഗം, മധ്യമവ്യായോഗ, പഞ്ചരാത്രം, ദൂതഖഡോൽക്കജം, ദൂതവാക്യം, സ്വപ്നവാസോദത്തം, പ്രതിജ്ഞായുഗന്ധരായണം, അവിമാരകം, ദരിദ്രചാരുദത്തം ച. ഇത്രയും 13 നാടകങ്ങളാണ് ഭാസൻ്റെ. പിന്നെ ഇവിടെ ചെയ്യാനുള്ളത് ഇഷ്ടതമസ്യ കഥാപാത്രസ്യ സ്വഭാവചിത്രണം കരോതു, ഇഷ്ടപ്പെട്ട നാടകത്തിലെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ സ്വഭാവചരിതം എഴുതുക, സ്വഭാവം വിശദീകരിച്ച് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരാണെന്നൊന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ആരാണെന്ന് എന്നോടൊന്ന് ഫോണിൽ വിളിച്ച് പറയുക. അപ്പോൾ അയാളുടെ സ്വഭാവം നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എഴുതി തരും. ഇനി യഥാശക്യം പ്രശ്നാൻ നിർമ്മാതു, ഇതിൽ നിന്ന് കഴിയുന്നത്ര ചോദ്യങ്ങൾ ഉണ്ടാക്കുക. കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതുണ്ട്. ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്കാകുമ്പോഴത്തേക്ക് എഴുതിയിടാം. ഇനി നാടകസ്യ നാമ കർത്തുഹു നാമ എന്ന് പറഞ്ഞ് കോളം കൊടുത്തിട്ടുണ്ട്. ദൂതവാക്യം, നാടകക്കാരൻ്റെ പേര് ഭാസഹ, അഭിജ്ഞാനശാകുന്തളം കാളിദാസഹ. ഇനി നാടകകർത്താവിൻ്റെ പേര് ഭവഭൂതി,
ഭവഭൂതിയുടെ നാടകം എന്നാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരരാമചരിതം 3 നാടകങ്ങൾ എഴുതുന്നുണ്ട്. മാലതി മാധവം, മഹാവീരചരിതം, ഉത്തരരാമചരിതം. അതിൽ ഏറ്റവും പ്രശസ്തമായത് ഉത്തരരാമചരിതമാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഏതെഴുതിയാലും മാർക്ക് കിട്ടും. ശക്തിഭദ്രൻ്റെ നാടകം ആശ്ചര്യ ചൂടാമണിയാണ്. മഹേന്ദ്ര വിക്രമവർമ്മ അദ്ദേഹത്തിൻ്റെ നാടകം മത്തവിലാസ പ്രഹസനമാണ്. ആ കോളം അങ്ങനെ പൂരിപ്പിക്കുക. പിന്നെ പദ്യത്തിൻ്റെ അന്വയം കൊടുത്തിട്ടുണ്ട്. നിശാചരാഹ രഹസ്യന്മാർ യദുഗൃഹേ സുപ്താൻ ഭ്രാതൃണതു ദഹന്തി. കാട്ടാളന്മാർ രഹസ്യന്മാർ അരക്കില്ലത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സഹോദരങ്ങളെ ദഹിപ്പിച്ച് കളയാറില്ല. നിശാചരാഹ ഭ്രാതുഹു പത്നിയും ശിരസിന തഥാ സ്പൃശന്തി. രഹസ്യന്മാരാണെന്ന് വെച്ചിട്ട് സഹോദര ഭാര്യയെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചൊന്നും കൊണ്ടുവരില്ല. നിശാചരാഹ സംഖ്യേ വൃത്തം രാക്ഷസന്മാരെ യുദ്ധത്തിൽ സംഭവിച്ച സുതവധം ച നസ്മരന്തി. മകനെ കൊന്നു എന്നുള്ള കാര്യം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാറില്ല. വികൃത വപുഷഹോബി വികൃതമായ ശരീര രൂപങ്ങളോട് കൂടിയവരാണെങ്കിലും ഉഗ്രാചാരികളാണെങ്കിലും, അതായത് ഉഗ്രചാരാഹ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉഗ്ര ആചാരാഹ എന്നുള്ളതാണ് ശരി. ഉഗ്രമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഘൃണാവർജിത, അതായത് ദയ വെടിയാറില്ല. അവർക്ക് നിങ്ങളെക്കാൾ ദയ ഉണ്ടാവും എന്നർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം പിന്നെയും കൊടുത്തിട്ടുണ്ട്. രാക്ഷസാഹ നിദ്രാം കുർവതഃ സോദരാൻ ലക്ഷാഗൃഹേ എന്ന ജ്വാലയന്തി. രാക്ഷസന്മാർ ഉറങ്ങിക്കിടക്കുന്ന സഹോദരന്മാരെ അരക്കിലത്തിലിട്ട് ചുട്ടുകൊല്ലുന്നില്ല. തേ രാക്ഷസാഹ സഹോദരസ്യ ഭാര്യാം തഥാവിധം ശിരസിന സ്പൃശന്തി. ആ രാക്ഷസന്മാർ സഹോദരൻ്റെ ഭാര്യയെ ഇങ്ങനെ മുടി പിടിച്ച് വലിച്ച് സദസ്സിലേക്കൊന്നും കൊണ്ടുവരാറില്ല. അർത്ഥാത് കേശാകർഷണം എന്ന കുറുവന്തി, മുടി പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുവരാറില്ല എന്നർത്ഥം. രാക്ഷസാഹ യുദ്ധേ സംജാതം പുത്രവധം. രാക്ഷസന്മാർ യുദ്ധത്തിൽ ഉണ്ടായ ആ പുത്രവധം കഥാപിന്ന് ആഘോഷിന്തി, ഒരു ആഘോഷമാക്കിയെടുക്കാറില്ല. യദ്യപി രാക്ഷസാഹ വികൃത ശരീരിണഃ. രാക്ഷസന്മാർ വികൃത ശരീരികളും കഠിനപ്രവൃത്തിയും കുറുവന്തഃ, കഠിനപ്രവൃത്തി ചെയ്യുന്നവരും. അതാണ് ഞാൻ ഉഗ്ര ആചാരാഹ എന്ന് പറഞ്ഞത്. ഉഗ്രചാരാഹ നല്ല മോഡല അന്വയം കൊടുത്തേക്കണതിൽ ഉഗ്രചാരാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉഗ്ര ആചാരാഹ എന്നാണ് വേണ്ടത്. കഠിനപ്രവൃത്തി കുറുവന്തഃ എന്നാണ് അതിൻ്റെ അർത്ഥം. കഠിനപ്രവൃത്തിയും കുറുവന്തഃ തഥാപി തേ ദയാം ന പരിത്യക്താഹ ഭവന്തി. അവർ ദയ പരിത്യജിക്കില്ല, മീൻസ് അവർ ദയ വെടിയില്ല. അവർക്കും ദയൊക്കെ ഉണ്ടാവും. നിങ്ങളെക്കാൾ ദയുള്ളവരാണ് രാക്ഷസന്മാർ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ ആ കഥാഭാഗം കൊടുത്തിരിക്കുന്നു. കൗരവാഹ ലക്ഷാഗൃഹേ സുപ്താൻ പാണ്ഡവാന്മാരെ ഇതും. കൗരവന്മാർ അരക്കില്ലത്തിൽ ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവരെ കൊല്ലാൻ ലക്ഷാഗൃഹസ്യ ദാഹനം അകുർവൻ. ലക്ഷാഗൃഹം കത്തിച്ചു കളഞ്ഞു, അരക്കില്ലം കത്തിച്ചു. കൗരവന്മാർ പാണ്ഡവാനാം പത്നിയും ദ്രൗപദിയും, പാണ്ഡവന്മാരുടെ പത്നിയായ ദ്രൗപദിയെ കേശഭാരേഷു ഗൃഹീത്വ മുടിക്കുത്തിന് പിടിച്ച് ബലാദാക്ഷിപ്യ, ബലം പ്രയോഗിച്ച് വലിച്ച് സഭാമാനീയ കൗരവസഭയിലേക്ക് കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം കൃതവന്തഃ. വസ്ത്രാക്ഷേപം ചെയ്തു. ആ കഥകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ രക്ഷപ്പെടുത്തിയത് കൃഷ്ണനാണ്. എത്ര അഴിച്ചിട്ടും ദ്രൗപദിയുടെ വസ്ത്രങ്ങൾ തീർന്നു പോയില്ല. അവളെ നഗ്നയാക്കാൻ അവർക്ക് പറ്റിയില്ല. കൗരവാഹ കുരുക്ഷേത്ര യുദ്ധഭൂമവും. കൗരവരെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പുത്രതുല്യം അഭിമന്യും നിഷ്കരുണം മാരയിത്വ. പുത്രതുല്യനായ അഭിമന്യുവിനെ, അർജുനപുത്രനെ ഒരു ദയയില്ലാതെ, അതാണ് നിഷ്കരുണം, മാരയിത്വ കൊന്നിട്ട് തത് വൃത്താന്തം ആ കാര്യം വാരമുക്ത വീണ്ടും പറഞ്ഞ് ആഘോഷയന്തി സ്മ. കണ്ടില്ലേ, ഞങ്ങൾ കൊന്നു, നിന്റെ മക്കളെ ഞങ്ങൾ കൊന്നു, കിന്തു എന്ന് അവരെ ആഘോഷിക്കുകയാണ്. കിന്തു ഏതാദൃശീഹി നീചപ്രവൃത്തി. എന്നാൽ ഇത്തരം നീചപ്രവൃത്തികൾ കഥാപി ഒരിക്കലും രാക്ഷസകുലോൽപ്പന്നാഹ എന്ന കുറുവന്തി. രാക്ഷസകുലത്തിൽ ജനിച്ചവർ ചെയ്യാറില്ല. അതുകൊണ്ട് ക്രൂരപ്രവർത്തികളുടെ കാര്യത്തിൽ കൗരവന്മാർ രാക്ഷസാനപി അതിക്രാമന്തി, രാക്ഷസന്മാരെയും കടത്തിവിട്ടുന്നു ഇത്യർത്ഥ എന്നാണ് അർത്ഥം. ഇനി നാടകങ്ങളും നാടകകർത്താക്കളും അവരുടെ കൃതികളുടെയൊക്കെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ വ്യാകരണ വിശേഷം അലം വ്യവസായേന. നിങ്ങളുടെ പരിപാടിയൊക്കെ നിർത്തിക്കുമെന്ന് പറഞ്ഞല്ലോ. നിഷേധാർത്ഥത്തിൽ അലം എന്ന ശബ്ദം ഉപയോഗിക്കുമ്പോൾ അത് തൃതീയ വിഭക്തിയുടെ കൂടെ ഉപയോഗിക്കുള്ളൂ. അതാണ് അലം വ്യവസായേന. അലം കോപേന, അലം രോദനേന എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അലം എന്നുള്ള വാക്ക് നിഷേധാർത്ഥത്തിൽ, അരുത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ തൃതീയ വിഭക്തി ഉപയോഗിക്കുള്ളൂ. പരീക്ഷയ്ക്ക് വരാവുന്നതാണ്.
പിന്നെ കോശം എന്ന് പറഞ്ഞാൽ പര്യായപദം. ചക്രവാണിഹി ഉപേന്ദ്ര, ഇന്ദ്രാവജ്ര, ചക്രവാണിഹി ചതുർഭുജ. ധാരാഹ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ്. ഭാര്യ എന്ന അർത്ഥമാണെങ്കിൽ ഈ ധാരശബ്ദം പുല്ലിംഗത്തിൽ ബഹുവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ധർമ്മധാരങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. അതാണ് ധാരാഹ. ഭാര്യ, ജായ, ധാരാഹ, കുടുംബിനി, അങ്ങനെ 4 എണ്ണമാണ്. പും ഭൂമിനി എന്നൊക്കെ പറഞ്ഞേക്കുന്നത് പുല്ലിംഗത്തിൽ ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ധാരശബ്ദം പുല്ലിംഗത്തിലും ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. രാക്ഷസ, രാക്ഷസ, കൗണവ, ക്രവ്യാത് ക്രവ്യാദോ, അസ്ത്രവ, അസ്രവ, ആശരഹ. പിന്നെ വപുഹു ശരീരം എന്നർത്ഥം. ഗാത്രം, വപുഹു സംഹനനം, ശരീരം, വർഷ്മ, വിഗ്രഹ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരം തന്നെയാണ് അർത്ഥം. വർഷ്മ എന്നുണ്ട്, ശരീരം എന്നുണ്ട്, പിന്നെ കായം എന്നുണ്ട്. ഇവിടെ കൊടുക്കാത്ത വാക്കാണ് ഞാൻ പറഞ്ഞത്, ഗാത്രം, വപുഹു എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുക, എഴുതിയെടുക്കേണ്ടതൊക്കെ എഴുതിയെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടായാൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്, യൂട്യൂബിൽ ഞാൻ ക്ലാസ് ഇടുമ്പോൾ ആ കൂട്ടത്തിൽ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട്, അതിൽ വിളിച്ച് ചോദിക്കുക. എന്നിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ സ്വഭാവ ചിത്രണം എഴുതാനുള്ളത് നിങ്ങൾക്ക് തനിയെ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഞാനത് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. യഥാശക്യം പ്രശ്നാൻ നിർമ്മാവ്, കഴിയുന്നത്ര ചോദ്യങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഞാൻ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക്. ഭാസനാടകങ്ങളുടെ പേരുകൾ അഭ്യാസത്തിൽ അനുബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയെടുക്കുക. അത് എഴുതി അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, വാക്കുകളുടെ അർത്ഥം പഠിക്കുക. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുണ്ട് ഇതിൽ. സവ്യസാചി എന്നുള്ള പാഠവും കൂടെ കഴിഞ്ഞിട്ട് വാക്കുകളുടെ അർത്ഥമൊക്കെ കൊടുത്തേക്കുന്ന ഭാഗത്തുനിന്ന് നിങ്ങൾ വാക്കുകളുടെ അർത്ഥമൊക്കെ നോക്കി പഠിക്കുക. ഓക്കെ, അതിൽ കല്യാണക സുഖമുള്ളവൻ, അതായത് ഫൈനായിട്ടിരിക്കുന്നു, ഒന്ന് സുഖമായിരിക്കുന്നുവല്ലോ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഘൃണ എന്ന് പറഞ്ഞാൽ ദയ, ചക്രപാണി ശ്രീകൃഷ്ണൻ, ചക്രായുധ ശ്രീകൃഷ്ണൻ, ജതുഗൃഹ മരക്കില്ലം, ജനാർദ്ദന ശ്രീകൃഷ്ണൻ, യാച്ഛേദാത് ഞാൻ മുറിഞ്ഞത് കൊണ്ട്, അതൊക്കെ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ദർപ്പഹ അഹങ്കാരം, ദഹന്തി കത്തിക്കുന്നു, ധാരാഹ പത്നി ഭാര്യ, നിനദൈഹി ശബ്ദൈഹി ശബ്ദങ്ങളാൽ, നിശാചരാഹ രക്ഷസാഹ, നൃപതിഹി രാജ, നൈകേ അനേകേ, പണഹ പണവസ്തു പണയവസ്തു, പര്യാവരണേ അന്തരീക്ഷേ, അത് ഇതിലുള്ളൊരു പദമല്ല. പിതാമഹ പിതുഹു പിതാ മുത്തശ്ശൻ, പ്രതിവചഹ മറുപടി, പ്രദർശയസി കളിയാക്കുന്നു, ഫൽഗുനഹ അർജുനൻ, വപുഹു ശരീരം. ഓക്കെ, സംഖ്യം യുദ്ധം, ശ്രോതവ്യ കേൾക്കേണ്ടത്, വിഷാണഹ കൊമ്പ്, അതൊക്കെ മറ്റേ പാഠത്തിലെയാണ്. ഏതായാലും ഈ വാക്കുകളുടെ അർത്ഥമെല്ലാം നോക്കി നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്ക് വാങ്ങിക്കാൻ നോക്കണം. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അടുത്ത പാഠവുമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം.